ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ അജ്മൽ എന്ന് വിളിച്ചിരിക്കണേ. ഞാനും പാനിക്കുമാണുള്ളത്. അപ്പോൾ നമ്മളെ അജ്മൽ എന്ന് വിളിച്ചിരിക്കണേ. ഓളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓക്കൊരു സർപ്രൈസ് കൊടുക്കാൻ നമ്മളൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ സാധനം കണ്ടില്ലേ, കാറിലൊക്കെ പോയിട്ട് ഡിക്കി തുറന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതി മറ്റേ സെറ്റപ്പ് ഇല്ലേ, പോപ്പറൊക്കെ പൊട്ടിച്ചിട്ടില്ലേ, ആ ഒരു സംഭവമാണ് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോടത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കണേ. അപ്പം ഞാനും പാനിക് ദുബായിൽ നിന്ന് അതിനായിട്ട് വന്നതാണ്. അപ്പോൾ ഓനും ഞാനുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ വാവിൻ്റെ അടുക്ക് പോവാണ്. അവൻ്റെ പെങ്ങളാടുക്ക് പോയിട്ട് അവിടെ നിന്ന് കേക്ക് എടുക്കണം. ഒക്കെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളി, ഉണ്ടാക്കി തരും. പ്രൊമോഷൻ കൂടിയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മളതിലേക്ക് വേണ്ടിയത് ജുനൈദ്, പിന്നെ ആരാ, അഷ്റഫ്, അസ്കർ, മൂന്നാൾക്കാരും കൂടി നമുക്ക് ഇതിലേക്ക് കയറ്റേണ്ടിയുണ്ട്. പക്ഷേ അസ്കറിന് അവൻ്റെ ഓള് വിടൂല. പിന്നെ ജുനൈദ്, അസ്രഫ് പോലെ രണ്ടാളെ നമ്മൾ പോക്കണം. അസ്രഫിനെ വിളിച്ചിട്ട് അവൻ ഫോട്ടോ എടുക്കുന്നില്ല. ജുനൈദ് കൊടുവള്ളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടണം. അപ്പം അതിന് മുന്നേ നമ്മൾ കേക്ക് എടുക്കാൻ പോവാണ്. അപ്പം ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്, ഒരു പരിപാടിയാണെന്ന്. അപ്പോൾ എല്ലാവരും കണ്ടിരുന്നോളി. അങ്ങനെ നമ്മൾ വാവിൻ്റെ വീട്ടിലോട്ട് കയറുകയാണ്. ഇതന്നെയാണ് വീടും തോന്നുന്നുണ്ട്. ഇവൻ്റെ പെങ്ങളും കൂടിയാണ്, പക്ഷേ ഇവന് പോരേന്ന് അറിയില്ല. അല്ലാഹ് അറിയാതാണോ ഇതല്ലേ സ്വന്തം പെങ്ങളെ വരേക്കുള്ള വഴി അറിയാത്ത ഒരു മണ്ടൻ. പോട്ടെ, പെങ്ങളെ വരേക്കുള്ള വയ്യോനെ അറിയില്ല. പിന്നെ എന്താ പറയുക, ഇനി എന്ത് കാണില്ലെങ്കിൽ കാണണ്ട. പെങ്ങളെ വരേക്കുള്ള വയ്യ അറിയില്ലെങ്കിൽ പിന്നെ അല്ലാ ഇതായിനടോ അല്ലേ. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ കണ്ടുപിടിച്ചു അവൻ്റെ പെങ്ങളെ പോര അറിയാത്തൊരു ചങ്ങായി. അല്ലാ അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ്. ഞങ്ങളിവിടെ എത്തിയിട്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുക്കാനൊരു ചമ്മൽ, നമ്മൾ അനാൻസ് ആവുന്നല്ലോ. ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. ഇല്ല, എന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ എടുക്കണം. എൻ്റെ ഗിഫ്റ്റൊക്കെ വാങ്ങി. ഇതെന്താ സംഭവം? എന്നാ പൊതിഞ്ഞോ? പോപ്പറോ നീരില്ല കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടാക്കാം. ഹാപ്പി ഇതുണ്ട് പി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടാക്കുകയാണ്. രണ്ടച്ചായോ? ഇങ്ങനെ മനസ്സിലാകിയൊന്നുമില്ലല്ലോ. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കഷ്ടപ്പാടാ പഠിച്ചോനെ. എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഉണ്ട് 24-ാം തീയതി. അന്ന് എല്ലാവരും സർപ്രൈസ് ആയിട്ട് വരിക ഗായ്സ്. പെണ്ണൊന്നും ആരും കെട്ടണ്ട, ഇവിടെ കെട്ടിക്കോ. എന്നാൽ പിന്നെ ഈ ബുഷിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ജ്യൂസ് കിട്ടി ഗായ്സ്. സെറ്റല്ലേ? നല്ല രസമുണ്ടല്ലേ? നമ്മൾ കിട്ടിയാന്ന് പറയൂലല്ലേ, നല്ല വൃത്തിയുണ്ട്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കിട്ടി. ഇനി കേക്കൊന്ന് പൊളിച്ച് ഒരു കഷ്ണം എടുത്താലോ? വാവ്, കിഡിലെ കേക്കാട്ടോ. സീന് ഭാവി കാണണ്ട, കുറച്ച് നമ്മൾ തിന്ന് നോക്കാം. തേങ്ങൻ്റെ ചണ്ടി. ഇത് ഫേക്കാണ് ഗൈസ്, ഇവള് ഫേക്കാണ്. തേങ്ങൻ്റെ ചണ്ടി. ഫേക്ക്, പാലില്ലാത്ത തേങ്ങ. ഭാവി ഇത് ഫേക്കാണല്ലോ, കേക്ക് ഫേക്കാണല്ലോ. പാലില്ല തേങ്ങയിൽ. ചണ്ടിയാ. ഞാൻ നെഗറ്റീവ് റിവ്യൂ ഇടും. ബെല്ലടിച്ചാൽ കീറി പോണ്ട. ബെഡ് കുടിക്കും മതി, അടിച്ചോ. അങ്ങനെ നമ്മൾ ഫ്ലവറൊക്കെ വാങ്ങി. ഫ്ലവറൊക്കെ കണ്ടിട്ട് നിക്കാഹ് കഴിക്കാൻ പൂതിയാണ്, എൻഗേജ്മെൻ്റ് ഒക്കെ കഴിക്കാൻ പൂതിയാണ് ഫ്ലവറൊക്കെ കണ്ടിട്ട്.
യോഗല്ലമ്മിനെ പായങ്ങ് മടിക്കാളാ. ഇങ്ങനെയൊക്കെ എന്നാ പഠിച്ചവനെ ഒന്ന് പോകാൻ കഴിയാം. ഇതൊക്കെ കാണുമ്പോൾ ഒരു പൂതിയാണ്. കയ്യിൽ ഇങ്ങനെ ഒരു ബൊക്കയൊക്കെ വെച്ച് കാറിൽ ഇങ്ങനെ ഇരുന്ന് എൻഗേജ്മെൻറ്റിനൊക്കെ പോകണൊരു ഫീല് അല്ലേ? ആ സെറ്റപ്പ് തന്നെ ബ്ലാക്ക്. അങ്ങനെ ഫ്ലവറൊക്കെ വാങ്ങി ഞങ്ങൾ. ഇനി കുഞ്ഞനെ അസ്രഫും ചാമ്പ്യോ എന്നേ ഡൗട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എല്ലാവരും ചാമ്പാണ് നമ്മളെ. അതോ കുഞ്ഞനെ അവിടുന്ന് ഫ്ലാഷ് അടിക്കുന്നു, സിഗ്നൽ തരുന്നു. കുഞ്ഞനെ നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. ലോക്കർക്ക് വിൽ യു മാരി മീ? വിൽ യു മാരി മീ? അങ്ങനെ നമ്മൾ എന്താ പറയാ, കേക്കും നമ്മൾ അജ്മൽ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വരിക. നമ്മൾ ടൗണിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഒരു ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. നമ്മൾ ടൗണിലേക്ക് എത്തിയില്ല 12 മണിയാകുമ്പോഴത്തേനും. അപ്പോൾ നമ്മളെന്താക്കി, ഓലാണ് മെല്ലപ്പൊടി ഓവർടേക്ക് ചെയ്യല്ലേ ഓലാന്ന് തോന്നുന്നുണ്ട്. കാണൂ അജ്മലിനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. നേരെ മുന്നിൽ അപ്പുറത്തുള്ള ഓല കേട്ടോ. അജ്മലിനോട് ഓൻ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മളെ ഏരിയയിൽ എത്തിയിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എളമരം പാലത്തുമ്മലേക്ക് പോകാൻ തീരുമാനിച്ച്. അങ്ങനെ ഓനോട് എളമരം പാലത്തുമ്മലേക്ക് പോകാൻ പറഞ്ഞപ്പം ഓൻ്റെ ഓള് സീനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പോക്ക് ഡൗട്ട് അടിക്കുമ്പോൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എയർപോർട്ടിൽ നിന്ന് ഒരു ഫോൺ വരുന്നുണ്ട്, അപ്പോൾ അതിൽ ഒന്ന് വാങ്ങിക്കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ സ്കീമിട്ട് ഇങ്ങനെ ഓനെ വിളിച്ചിട്ടുണ്ട്. മെല്ലപ്പോട് ഓലാണ് മുന്നിൽ. അങ്ങനെ നമ്മൾ എളമരം പാലത്തുമ്മലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഓൻ്റെ ഓക്കൊക്കെ എന്നോട് ദേഷ്യം പിടിക്കണം, അല്ലേ തന്നെ ഓക്കെ എന്നെ കണ്ടുകൂടാ. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസിലും തെണ്ടി പിന്നെ ഫോണ് തേങ്ങ നേരല്ലാതെ ഇതിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് പോലും ഒന്നായി സമ്മതിക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് പോണെന്നുള്ളതൊക്കെ അറിയില്ല. പോണം ഓരോ ബേക്കിലുണ്ട്, ജോലി അറിയുന്നില്ല. ഓരോ സീന് പോയി എടുക്കുകയോ തുറന്നില്ലേ? എന്റെ എത്താണ് അവസ്ഥ പഠിച്ചവര്. ഇപ്പൊ 12 മണിയാവും ഗായ്സ്. അതെന്തിനാ പകുതി തുറന്നു വെച്ചാല്? 12 മണിയായി. ഇനി പോര്, കേറ്. കിട്ടി വേമ കേറ് മെല്ലാണ്ട് കേറ്. ടൈമായി സീന്. വേഗം പോട്, ഓന് മനസ്സിലാണോ? കത്തിച്ചു ഞാൻ പോട്. ഓനെ ഒട്ടേക്ക് എന്റെ മുഖത്തൊക്കെ ഒന്ന് ആവിലേക്ക് തടിച്ച് ഒരു ഓണടി അതുപോലെ മനസ്സിലാവും. അടക്കടക്ക അയില്ല ഓനാട് പോയിക്കോട്ടെ. ഗായ്സ് ഒക്കെ സെറ്റാണ്. അജ്മൽ ഇതാക്കുന്ന, ഓളതാക്കണ. ഒന്ന് ബേക്ക് പോയിട്ട് ഓണടിച്ചിട്ട് അട്ടം വിട്ടുവിടണേ. അയില്ലേ ഇതൊക്കെ താത്തട്ടെ, നമ്മളുള്ളിൽ കൊടുക്കും. ടാസ്കാണ്. കെട്ടി ഓണടിക്കും, ബേക്കിൽ ഓണടി. ഹാപ്പി ബർത്ത്ഡേ. കിട്ടിയോ? സൈഡാക്കി ഫോണാടോ. കറക്റ്റാണ് സാധനം കൊണ്ടുപോകാൻ. സീന് പൊട്ടിക്കാൻ ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ. എത്രാമത്തെ ദിവസം? എന്നോട് ദേഷ്യം പിടിച്ച് നിൽക്കല്ലേ? ഇനി നോക്കണോ? ചൂടാൻ തോന്നില്ല. നിന്റെ പുറത്തും കൊണ്ട് കടന്നു ഉറങ്ങി. എന്ത് പൊട്ടിക്കാൻ തന്നെ ആളില്ലല്ലോ. എത്രാമത്തെ വയസ്സാ? ഉറങ്ങന്നെ എത്രണ്ടായിട്ടു പറഞ്ഞേ. എന്തൊക്കെ സഹിക്കണം. കേക്കേട് അല്ലാ മറന്ന് അല്ല അതേടാ. ഹാപ്പി ബർത്ത്ഡേ. മുട്ടുകുത്തി കൊടുക്ക്.
കേക്ക് ഒരു പള്ളേ ബൈക്ക് ഞാൻ അടിച്ചൊക്കെ റെഡി ആട്ടോ കറക്റ്റാ. ഞാൻ പൊട്ടിക്കുന്ന വിചാരിച്ചു. പൊട്ടിക്കാൻ എനിക്കൊരു കയ്യല്ലല്ലോ മോനെ. അസറും വന്നില്ല. നസുറൊക്കെ ചാമ്പി ഇവിടെ വെക്ക. അല്ലേ ബോണറ്റ് മേലെ വെച്ചാൽ മതിയോ? ബോണറ്റ് മേലെ വെച്ചാൽ ഇവിടെ വെച്ചോ. ബോണറ്റ് മേലെ വെച്ചോ. എത്ര അല്ലേ നിങ്ങൾ പരിചയപ്പെട്ടിട്ട്? ഇന്റർവ്യൂ 6 കൊല്ലം. എത്ര ബർത്ത്ഡേ അജ്മൽ എനിക്ക് തന്നു? ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ ഏതാ? 18 ഏതാ ബർത്ത്ഡേ അജ്മൽ? ഓളെ പൊന്റെ ഉള്ളിൽ പോയി കണ്ട ബർത്ത്ഡേ 18? രാത്രി പോയി കണ്ടേ? മുറുക്കി എടാ ഒന്ന് പൊട്ടിക്കടോ ആ സാധനം പൊട്ടിക്കും. ഞാൻ ക്യാമറമാനാ. ഞെട്ടിക്കോളാണ്ടിട്ടോ. ഞെട്ടിക്കൽ കേക്കാ. ഇത് വിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നേരത്തെ ഇപ്പൊ വീണീനു. എന്റെ ഫോണിലെടുക്ക്, കുത്തനെ എടുക്ക്. ഇതെങ്ങനാ പൊട്ടിക്കല്? അടിഭാഗത്തുനിന്ന് തിരിച്ചാ മതി. ഇതെന്തോ ഊരണ്ടേ? സാധനം ഊരണ്ടി ഉണ്ടല്ലോ. ആ ഇത് പൊളിക്കണം. അതിപ്പോ പൊട്ടിക്കല്ലേ, വെറുതെ പൊട്ടിക്കല്ലേ. കഴിക്കല, കഴിച്ചാ പൊട്ടൂല. എന്നാൽ ഏട്ടാ വെളുത്തോട്ടോ എടുത്തോട്ടോ ഏട്ടയും കേക്കുമ്പല്ലേ എല്ലാം കാണുന്നല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആദ്യമായിട്ടാണ് പൊട്ടി. ഞാനൊരു സാധനം പൊട്ടിച്ചിട്ട് ആദ്യമായിട്ടാ പൊട്ടി. അങ്ങനെ ഇനിയും കുറേ കാലങ്ങൾ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു. ദേഷ്യത്തിൽ വെട്ടണ തണുപ്പൊന്നും പോയില്ല കേട്ടോ. ക്യാമറമാനോട് ഞാനും പ്രതീക്ഷയില്ല അത് പൊട്ടുന്നത്. ഞാനേ പൊട്ടുന്ന വെച്ചിട്ടാ പിന്നെ അയിമേൽ നിൽക്കാണെന്ന്. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ വിജയകരമായിട്ട് വിജയിച്ചിരിക്കുന്നു. അങ്ങനെ എന്തേനും കാറ് കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ഉള്ളിൽ നിന്ന് പൊട്ടിക്കാനൊന്ന്. എടാ നായിക്ക് കൊടുക്കുക, നായിക്ക് കൊടുക്കുക. അച്ഛൻ അല്ലെങ്കിൽ എന്തും നായിക്ക് കൊടുക്കല്ലേ, കൊടുക്ക്. ഇനി എടുത്തോ അതിൻ്റെ ഇന്ന് കഴിയോ? ആദ്യമായിട്ട് അന്നൊരു ബൈക്കിൽ പോയിട്ട് തെറ്റാണ്ട് പോലെയൊക്കെ ആയിരുന്നു. അതിൻ്റെ അടുക്ക് ഇങ്ങനെ അറിയുന്നത് ഓളെന്തേലും വിളിച്ചറിയാം. അങ്ങനെയല്ല ഉണ്ടാവില്ലേ, അതാ ഞാൻ പറഞ്ഞു. ഒന്നും തെറ്റല്ല. ഞാൻ മിണ്ടാണ്ടെന്നാ ബർത്ത്ഡേ ഒക്കെ അല്ലേ തല്ലുണ്ടാ വിചാരിച്ചു. അപ്പോൾ എല്ലാവരോടും എൻ്റെ ബർത്ത്ഡേ ഉണ്ട് 24-ാം തീയതി. എനിക്ക് സർപ്രൈസ് തരണം. അടുത്ത മാസോ മറ്റന്നാൾ ഉണ്ടാക്കി കേക്കിന് അമ്മയ്ക്ക്. എന്താ പറയുക, സൈലൻ്റ്, ആരും ഒന്നും മിണ്ടാത്തത്. വാരി പോത്ത് നടക്കും. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. അങ്ങനെ എല്ലാവരും സന്തോഷവദനും സന്തോഷവതിയും ഒക്കെ ആയല്ലേ. പിന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇനി പൊളിച്ചൊക്കെ പോയി ചോറൊക്കെ തിന്ന് നോമ്പറ്റി കിടന്നുറങ്ങണം. അപ്പോൾ നമ്മളെ വീഡിയോ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.